എസ്റ്റേറ്റ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ല അച്ചായ, എന്തേലും ഒരു വഴി ഉണ്ടാവുമെന്ന്. വഴി ഉണ്ടായി. എന്നാ വഴി പറയാം. അതിനുമുമ്പ് ഒരെണ്ണം അടിച്ചോട്ടെ. ഈ പട്ടപ്പകല കൂമ്പ് വാടി പോടി. ഓ, അതൊന്നും സാരമില്ലെന്നേ. പറ. വന്ന് കാര്യം പറയടേ. പൂജയെ കണ്ടുപിടിക്കാൻ ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. എന്നതാ? പറയാച്ചാ, ഇത് സമാധാനപ്പെട്. അന്ന് സെബാൻ വിളിച്ചത് ഈ പൂജയുടെയും ഷാനുവിന്റെയും കാര്യത്തിന് വേണ്ടി അല്ലായിരുന്നു? അതെ. അപ്പൊ പിന്നെ ഷാനുവിനെ കുറിച്ച് അന്വേഷിച്ച പൂജയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അതിന് അവൻ ചത്തുപോയില്ലേ? അവൻ ചത്തെങ്കിലും അവന്റെ വീട്ടുകാര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവര് തമ്മിൽ ഇത്രയും അടുപ്പമുണ്ടായിരുന്ന സ്ഥിതിക്ക് അവർക്കറിയില്ലേ ഇപ്പൊ അവൾ എവിടെ ഉണ്ടെന്ന്? അതിന് അവന്റെ വീട് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എന്റെ അച്ചായ, അത് നമ്മൾ കണ്ടുപിടിക്കത്തില്ലായോ? ഏതായാലും അവന്റെ വീട് ഈ ഭൂമി തന്നെയാണല്ലോ, അല്ലാതെ കടലിനടിയിലോ ആകാശത്തൊന്നും അല്ലല്ലോ. ഇനി അഥവാ അവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും അച്ചായ. ആ തങ്കക്കുടത്തെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസമായെന്ന് വെച്ചാൽ അറിയാവോ? കണ്ണൊന്നടച്ച അവിടെ മുഖമാന്നേ മനസ്സിൽ. പറ്റിയല്ല. അവളില്ലാതൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല ചായ. മാലാഖയാണ് അവൾ, മാലാഖ. ഷാനുവിന്റെ ഉമ്മയല്ലേ? അതെ. ഞാൻ സബാന്റെ ഉപ്പാപ്പനാ, ലൂയിസ്. കേട്ടിട്ടുണ്ട്. ഇതെന്റെ ചങ്ങാതിയാ, നമ്പിടി. മഹാദേവൻ നമ്പിടി. ഇവിടെ അടുത്തുവരെ വന്നപ്പോ വെറുതെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ കേറിയിരിക്കെ. അയ്യോ, ഇരിക്കുന്നില്ല, പോയിട്ട് തിരക്കുണ്ട്. അല്ല, ഷാനു സബാനും മരിച്ചതിൽ പിന്നെ പൂജയുടെ വല്ല വിവരമുണ്ടോ? ഞെട്ടണ്ട, എല്ലാം എനിക്കറിയാം. ഇനിയെങ്കിലും ആ സത്യം ഞാൻ തുറന്നു പറയാം. ഷാനും പൂജയും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ച രാത്രിയില ആ അപകടം ഉണ്ടായത്. അവര് വരാനിരുന്നത് ഞങ്ങളുടെ അടുത്തേക്കാ, ഹൈ റേഞ്ചിലേക്ക്. പക്ഷെ എന്തിയാ, വിധി അനുവദിച്ചില്ല. ഇച്ചായന്റെ മോനാണെങ്കിലും സബാൻ എനിക്ക് കൂട്ടുകാരനെ പോലെയായിരുന്നു. പിന്നെ ഞങ്ങളോട് പറയാത്ത രഹസ്യങ്ങളുമില്ല. സബാന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന നിലയിൽ ഷാനുവും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഷാനു ഒരുപാട് തവണ സബാന്റെ കൂടെ അവിടെ ഹൈ റേഞ്ച് വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നത് ഇത് ഷാനുവിന്റെ ഉമ്മയെ ഏൽപ്പിക്കാനാ. എന്താ ഇത്? താലിയാ. ഷാനു പൂജ അണിയിക്കാൻ കരുതി വെച്ച താലിയാ. അവരുടെ കല്യാണം ഹൈ റേഞ്ച് വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചേക്കായിരുന്നു. പക്ഷേ ഷാനുവിനുള്ള വിധി ഉണ്ടായില്ല.
ഈ താലി ഷാനുവിന്റെ ഉമ്മയ്ക്കുള്ളതാ. എനിക്കെന്തിനാ ഇത്? ഉമ്മ ഇത് പൂജയെ ഏൽപ്പിക്കണം. ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം. ആ, അവൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ലെന്നാണോ പറയില്ലെന്നാണോ? അറിയില്ല. അല്ല, അവ ഷാനു മരിച്ച ശേഷം പൂജ ഉമ്മയെ കാണാൻ വന്നിട്ടേ ഇല്ലേ? വിളിച്ചിട്ടുമില്ല? ഇല്ല. എന്നാലും ഈ താലി ഉമ്മയുടെ കയ്യിലിരിക്കട്ടെ. എന്നാണെങ്കിൽ അവള് വന്നാ കൊടുക്കാലോ. ദേ, ഇത് വെച്ചോളൂ ഉമ്മ. ഞങ്ങളുടെ കയ്യിലിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. വാങ്ങിച്ചോ ഉമ്മ. എടുത്തോളൂ. ആ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഉമ്മ. ദേ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. പൂജയെ കണ്ട് ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാ മതി. അവളും ഞങ്ങൾക്ക് കൂടപ്പറപ്പിനെ പോലെയാ. ഞങ്ങളുടെ ഷാനുവിന്റെ പെണ്ണല്ലേ അവള്. പോട്ടെ ഉമ്മ. പൂജമോളെ കുറിച്ച് എന്നതേലും വിവരം കിട്ടിയ അപ്പ തന്നെ വിളിച്ച് പറയണേ. ഇറങ്ങട്ടെ. ആ, ഇറങ്ങട്ടെ. ഇപ്പൊ പോയവന്മാരെന്തിനാ വന്നത്? എന്റെ വീട്ടിൽ അങ്ങനെ പലരും വരും പോകും. അത് ചോദിക്കാൻ താനാരാ? ഒരു വഴക്കിനല്ല ഉമ്മ ഞാൻ വന്നത്. അന്നൊരു അബദ്ധം പറ്റിപ്പോയതാ. വീട്ടിൽ കയറി ഗുണ്ടായിസം കാണിക്കുന്നാണോ മോനെ അബദ്ധം? ഇത് കടപ്പുറവാ. അന്ന് ഞാനൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇന്ന് നിന്റെ പൊടി പോലും കാണത്തില്ലായിരുന്നു. എന്റെ മോന്റെ പ്രായമല്ലേന്ന് വിചാരിച്ചാ ഞാൻ ക്ഷമിച്ചത്. പൂജയെ കാണാതെ പോയപ്പോ ആ ദേഷ്യത്തിന് ഞാൻ അവളുടെ അമ്മാവന്റെ മോനെ. ഉമ്മ എന്നോട് ക്ഷമിക്കണം. പൂജ ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങളെല്ലാവരും അവളെ അന്വേഷിച്ചോണ്ടിരിക്കുക.